നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത്താണിയിൽ നെടുമ്പാശ്ശേരിയിലുള്ള മേനാച്ചേരിയിൽ പൗലോസ് ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ ഇദ്ദേഹത്തിന് 2 കറവ പശുക്കളും അതിന്റെ കുട്ടികളുമുണ്ട്. ഇവിടുത്തെ പശു വളർത്തലിന്റെ പ്രത്യേകത, പണ്ട് കേരളത്തിൽ എങ്ങനെയാണ് പശുക്കളെ വളർത്തിയിരുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ പൗലോസ് ചേട്ടൻ പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പൗലോസ് ചേട്ടന്റെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പൗലോസ് ചേട്ടൻ. ചേട്ടൻ ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പശു വളർത്താൻ മേഖലയ്ക്ക് വന്നിട്ട് ഒരുപാട് നാളായോ? ഞാൻ ചെറുപ്പം മുതലേ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് നടക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇടക്കാലം കൊണ്ട് പശു നിർത്തി. പിന്നെ കാളയുണ്ടായി, കൃഷിയായിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കാള വിറ്റു. പിന്നെ ഞാൻ വോട്ട് കമ്പനിയിൽ പണിയായിരുന്നു. എൻ്റെ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വേറെ എനിക്ക് മാർഗമില്ലാണ്ട് വരുമ്പോൾ ഒരു പശു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെനപ്പശുവിനെ തന്നു. അതുകൊണ്ട് ഞാൻ തുടങ്ങി. ഇപ്പോൾ 2 പശു എൻ്റെ ചത്തുപോയി. അതിൽ അത് 1 അറ്റാക്കായിരുന്നു. അതിനൊന്നും കിട്ടിയില്ല. അതിക്ക് മുമ്പ് ഇൻഷുറൻഡായ ഒരു പശു ചത്തു. അത് കൊല്ലങ്ങളായി. അത് 10 രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു. ആ 10 രൂപ കിട്ടി. പിന്നെ ഇപ്പോൾ ഒരെണ്ണത്തിന് മേടിച്ചാണ് ഈ കറുത്ത പശു. 65 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ചെന്നൈയിൽ. അതിപ്പോൾ 6 മാസമായി പ്രസവിച്ചിട്ട്. അത് മറ്റേത് ഇവിടെ നിൽക്കണ പശുവാണ്, ചുവന്നത്. എൻ്റെ നേരത്തെ ഉള്ള പശുവിൻ്റെ ക്ടാവ് ഇവിടെ നിൽക്കണം. 3ാമത്തെ പേരാണത്. 3ാമത്തെ പേരാണത്. അത് 2 പേര് പശുക്കിടാവ് കിട്ടി. അത് കാരണം കൊണ്ട് അതിനെ കൊടുക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ പാലും ഉണ്ട്. 10 ലിറ്റർ പാൽ അതിന് കിട്ടിയതാണ് 3ാമത്തെ പേരിന്. ആദ്യത്തേന് 6, പിന്നെ 2ാമത്തേന് 8, ഇപ്പം 3ാമത്തേന് 10 കിട്ടി. മറ്റേ കറുത്ത പശു 9.5 കിട്ടിയുള്ളൂ. 10 കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. അത് 9.5 കിട്ടി. ഇപ്പോൾ പാല് കുറഞ്ഞു. ഇപ്പോൾ 6 മാസത്തോളമായി. കുത്തി വെച്ചിട്ടുണ്ട് അതിന്. കുത്തി വെച്ചത് ഈ 2-ാം തീയതിയാണ്, അല്ല ഈ 10-ാം തീയതിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച കുത്തി വെച്ചേക്കണം. 2 മാസം കൂടെ കഴിയണം അറിയണമെങ്കിൽ. മറ്റതിനെ കുത്തിയിട്ട് ഡിസംബർ 27-ാം തീയതിയാണ് സ്വന്തതിനെ കുത്തി വെച്ചേക്കുന്നത്. ഇപ്പം ഇടക്കറവയാണ്. ഇപ്പോൾ പാല് കുറവാണ്. പൗലോസ് ചേട്ടന്റെ അഭിപ്രായത്തിൽ സ്വന്തം പശുക്കുട്ടികളെ വളർത്തിയെടുക്കുന്നതാണ് ഏതൊരു ക്ഷീരകർഷകനും ലാഭം. ചെറുകിട ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഈ രീതിയായിരിക്കും ഉചിതം. ഇവിടെ പശുക്കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറില്ല. അതിനെ നിർത്തി ചെന പിടിപ്പിച്ച് അതിനെ ഉപയോഗിക്കും. ഇത് ഇല്ലാണ്ട് വന്നാൽ മൂരിക്കിടാവ് തന്നെയാണ് വരണമെങ്കിൽ അതുങ്ങളെ കൊടുത്തിട്ട് വേറെ പശുവിനെ മേടിക്കും. ഇപ്പം ഞാൻ ഒരെണ്ണം ചത്തുപോയിട്ട് ഇവിടെ പശു ഉണ്ടായില്ല. കറവയില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിന് ലോൺ എടുത്താണ് ഇപ്പോൾ ഈ കറുത്ത പശു വാങ്ങിച്ചേക്കണത്. അങ്ങേ സൈഡിലേക്കണം അതിനെ വാങ്ങിച്ചത്. അത് വാങ്ങിച്ചിട്ട് 1 മാസം കഴിഞ്ഞാണ് പ്രസവിച്ചത്. 10 ഒരാഴ്ചക്ക് മുമ്പ് പ്രസവിക്കുമെന്നും പറഞ്ഞ് മേടിച്ചു. 1 മാസം പിടിച്ചു. അപ്പോൾ ആ 1 മാസത്തെ ചിലവ് ഒക്കെ നമുക്ക് നഷ്ടമായിട്ട് തന്നെ വന്നു. അതിനുള്ള പാല് കിട്ടിയില്ല. 10 ലിറ്റർ പാല് ഉദ്ദേശിച്ചാണ് ഈ 65 രൂപയ്ക്ക് തന്നത്. അപ്പോൾ അപ്പച്ചൻ്റെ അഭിപ്രായത്തിൽ ഈ പശുക്കുട്ടിയെ ചെനപ്പെടുത്തി പിടിച്ച് മുന്നോട്ട് പോകണതാണ് നല്ലത് പശു വളർത്തൽ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനങ്ങനെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഒരു പശുവിന് എത്ര പ്രസവം വരെ നിർത്തും? ഒരു പശു ഇവിടെ നിന്നത് 7 പ്രസവം വരെ ഞാൻ നിർത്തി. അത് ഞാൻ വാങ്ങിച്ച പശുവാണ്. അത് ഈ ഒരു പശുക്കുട്ടിയെ കിട്ടിയുള്ളൂ. ഈ ചുവന്ന പശു മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ മൂരിക്കിടാവായിരുന്നു. അത് അങ്ങനെ നിർത്തി. പിന്നെ ഇവിടെ ഉള്ളത് എന്നെ കൊണ്ടു നടക്കുന്നു. ഇവിടെ നാടൻ ക്രോസ് ഇനങ്ങളായ പശുക്കളാണ് ഉള്ളതെങ്കിലും തൊട്ടടുത്ത വീടുകളിലും സൊസൈറ്റിയിലും കൊടുക്കാനുള്ള പാൽ ഉൽപാദനം ഉണ്ട്. ഇതിന് കാരണം ഇവിടെ വളർത്താൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ബ്രീഡ് ഇനങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം 18 ലിറ്റർ വരെ കിട്ടിയിരുന്നു. ഇപ്പോൾ 6, 8 അങ്ങനെ നിൽക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2.5, 4 ഒക്കെ അങ്ങനെ കിട്ടുന്നുള്ളൂ.
ആ 4 ലിറ്റർ കിട്ടണത് ഇവിടെ 2.5 ഒരു 3 ലിറ്റർ ഇവിടെ കൊടുക്കാറുണ്ട്. 1 ലിറ്റർ വീട്ടിൽ ഉപയോഗത്തിന് എടുക്കും. ഇപ്പോൾ ഇല്ല, ഉച്ച കഴിഞ്ഞില്ല, കാലത്ത് മാത്രം സൊസൈറ്റിയിൽ കൊടുക്കും. അത് ഒരു പശുവിൻ്റെ പാല് വീടുകളിൽ കൊടുക്കും. ഒരു പശുവിൻ്റെ കിട്ടണത് ഇപ്പോൾ 8 ലിറ്ററായിട്ടാണ് നൂണ് അളക്കണത്. അങ്ങനെ അളന്നുകൊണ്ടിരിപ്പുണ്ട്. പാല് കുറവായി. പിന്നെ നമുക്ക് ഏകദേശം ഈ 2 പശുവിന് എത്രത്തോളം ചെലവ് വരും? അപ്പം ചിലവ് ഇപ്പോൾ ഒരു മാസം പറയുകയാണെങ്കിൽ 8 ദിവസത്തേക്ക് 50 കിലോ തിരി മാത്രം. തിരിയും തവിടും അത് രണ്ടുമാണ് തീറ്റ. പിന്നെ വക്കോല്, പുല്ല് ഇതൊക്കെയാണ്. പുല്ല് അറുത്തുകൊണ്ടെന്ന് ഇട്ട് കൊടുക്കും. വക്കോല് ഇപ്പം ഇരിപ്പുണ്ട്. കുറച്ച് ആദ്യം മേടിച്ചതാണ്. വൈക്കോലിനൊക്കെ വലിയ വിലയാണ്. അത് ഇരിപ്പുണ്ട്. എലിയും പുലിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കണു. നാടൻ ക്രോസ് ഇനങ്ങളായതുകൊണ്ട് തന്നെ പശുക്കളെ തൊഴുത്തിൽ തന്നെ നിർത്താതെ കാലത്തും വൈകിട്ടും തൊട്ടടുത്തുള്ള പാടങ്ങളിൽ വിടാൻ സാധിക്കും. ഇത് ഏതൊരു ക്ഷീര കർഷകനെയും സംബന്ധിച്ചിടത്തോളം പശു വളർത്തൽ ലാഭകരമാക്കാൻ സാധിക്കും. കാലത്ത് 6 മണിക്ക് കൊണ്ടുപോയി പുറത്ത് ആക്കും. ഒരു 9-10 മണി 11 മണിയോടുകൂടി കൊണ്ടുവന്ന് തൊഴുത്തി കയറ്റും. മുമ്പ് കൊണ്ടുവന്ന് തൊഴുത്തി കയറ്റി ഇത് ഈ അയൽവക്കത്തുനിന്ന് 2-3 വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളവും കാടിയൊക്കെ കിട്ടാനുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് കൊടുക്കും. വെളുപ്പിന് 4 മണിക്ക് തിരി, കഞ്ഞി, അരി വെച്ച് കഞ്ഞിയും തിരിയും തവിടും അത് 3ഉം കൂട്ടി കാലത്തെ വെളുപ്പിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കറക്കും. കറവ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുപോകണത് വെളുപ്പിന്. പുല്ലിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പച്ചൻ? പുല്ല് ഈ പറമ്പുകളിലൊക്കെ പോയി ഞാൻ അറുത്ത് 2 നേരം കൊടുക്കും. എത്ര നേരം കൊടുക്കാം? പുല്ല് 1 നേരം കൊടുക്കാറുള്ളൂ. പുറത്ത് പോയി തിന്നുകൊണ്ട് തിന്നാനില്ലെങ്കിൽ ഇവിടെ കെട്ടിയിട്ട് 2 നേരം കെട്ടി കൊടുക്കും. പുല്ല് 230 കിലോത്തിന്റെ അടുത്ത് വെച്ച് കൊടുക്കും. പശുക്കൾക്ക് പെല്ലറ്റ്, മറ്റ് തവിടുകൾ എന്നിവ മാത്രമാണ് സാധാരണ ക്ഷീര കർഷകർ നൽകാറ്. എന്നാൽ ഇവിടെ ക്രോസ് ഇനങ്ങളായതുകൊണ്ട് തന്നെ കാടിവെള്ളവും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഫുഡിന്റെ വേസ്റ്റും നൽകാൻ സാധിക്കും. ഇപ്പൊ ചക്ക മടലാണ് കിട്ടണത്. അയൽവക്കത്തുനിന്ന് മടല് കിട്ടും. ഇവിടെ അത് ഞാൻ വെട്ടി അരിഞ്ഞ് മുറിച്ച് വെറുതെ ഇട്ട് കൊടുക്കുള്ളൂ. അല്ലാണ്ട് വേറെ വേവിക്കലോ ഒന്നുമില്ല. അത് പച്ചക്ക് തന്നെ വെട്ടി മുറുക്കി കൊടുക്കും. അതെ അതെ. ചക്കക്കുരു കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിന്റെ തൊലി കളഞ്ഞ് വേവിച്ച് അതും കൊടുക്കും. നമ്മൾ പണ്ട് എങ്ങനെയാണ് നമ്മൾ പശുവിനെ വളർത്തി അതേ രീതി ഇപ്പോഴും പോകുന്നുണ്ട്. ക്രോസ് ആണെങ്കിൽ ഇത് വലിയ കാറ്റ് കൊള്ളാണ്ട് അതിന് നിർത്തുന്ന ഐറ്റങ്ങളല്ല. അങ്ങനെയുള്ള ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചക്കമടലിൽ ഉപ്പിട്ട് കൊടുക്കും. അത് ദഹനത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഉപ്പ് അല്ല വെട്ടി കഴിഞ്ഞിട്ട് ഉപ്പിട്ട് ഇളക്കി ഇട്ട് കൊടുക്കും. സാധാരണ പശുക്കൾക്ക് ഈ ചക്കമടലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വയറിളക്കം, പിന്നെ ഗ്യാസ്, അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണേ? ഇപ്പൊ അതിനാണ് ഈ ഉപ്പിട്ട് കൊടുക്കണത്. ഗ്യാസ് കയറാതെ ഇരിക്കാനും ഒക്കെ ആയിട്ടാണ് കൊടുക്കണേ. അത് ഒരുപാട് കൊടുക്കൂല. കൂടുതലുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് 2 ദിവസം ആയിട്ടൊക്കെ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് കൊടുക്കണതും കഴിക്കുന്നതും. അല്ലാത്തങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും. അതായത് കെട്ടിയിട്ട് വളർത്തുന്ന പശുക്കളെ കൊടുക്കാൻ പാടില്ല, അങ്ങനല്ലേ? അതെ. ഇതിപ്പോ നടക്കുമല്ലേ? നടക്കാണ് തന്നെയല്ല. ഇതെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കണതാണല്ലോ നടന്നു കഴിഞ്ഞുമ്പോ. മറ്റേത് കെട്ടിയിട്ട് തൊഴുത്തിൽ തന്നെ കിടക്കണതല്ലേ. അതിന് ഈ വക സാധനങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇവിടെ പൗലോസേട്ടൻ പശുക്കൾക്ക് കൊടുക്കുന്ന പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കാൻ പകരമായി കൊടുക്കുന്ന ഒരു പ്രത്യേക തീറ്റയാണ്. ഈ തവിട് കൊടുക്കുന്ന മൂലം പശുക്കൾക്ക് വേണ്ടുന്ന ആരോഗ്യവും പാലുൽപാദനവും ഉണ്ടാകും. വെളുപ്പിന് 4:30 മണിക്ക് തീറ്റ കൊടുക്കും. കേരള ഫീൽഡ് തവിട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തേങ്ങാ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, അങ്ങനെ പലതും കൂടിയ ഐറ്റമാണ് ഈ കൊണ്ടുതരണത്. അത് 40 കിലോ ചാക്കിന് 900 രൂപയാണ്. 40 കിലോത്തിന്.
അത് 2 ചാക്ക് എടുക്കും. അത് 15 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. 15 ദിവസത്തേക്ക്. അത് 2 പശുക്കൾക്കും കൂടിയാണ്? 2 പശുവിനും ആടിനും കിടാവിനും എല്ലാത്തിനും കുറേശ്ശെ ഒക്കെ കൊടുക്കും. പിന്നെ പെല്ലറ്റ് 2 പശുക്കൾക്ക് എന്തോരം കൊടുക്കും? അത് 50 കിലോ ചാക്ക 8 ദിവസത്തേക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ 6 കിലോ ഒരു പശുവിന് കൊടുക്കണമെന്നൊക്കെയാണ് വൈപ്പ്. പിന്നെ അരി കിട്ടുമ്പോൾ അരി വെച്ച് ചോറ്, പിന്നെ സ്കൂളിൽ നിന്ന് മലയാള സ്കൂളിൽ പോയി അവിടുന്ന് വേസ്റ്റ് പിള്ളേരുടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വന്നപ്പോൾ കണ്ടത് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. ഈ ചോറൊക്കെ ഉള്ളപ്പോൾ അത് കുറച്ച് കൊടുക്കും. അതുകൊണ്ടാണ് ഈ 8 ദിവസം നിൽക്കണത്. അല്ലാണ്ട് അത് തന്നെ കൊടുത്താൽ നിൽക്കൂല. കാരണം ഒരു 6 കിലോ വെച്ച് തന്നെയാണെങ്കിലും കൊടുക്കണം ഒരെണ്ണത്തിന്. അപ്പം ഇതെല്ലാവരും കൂടിയാവുമ്പോൾ ഒരു കത്തടങ്ങാനുള്ളത് കിട്ടും എന്ന് മാത്രം. പെല്ലറ്റും തവിടും അങ്ങനെ പറ്റില്ല. മറ്റേ നമ്മൾ ഈ മിക്സ് ഒക്കെ ആകുമ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ഇത് കേരള ഫീൽഡ് മാത്രമാണെങ്കിൽ അത് ഇത്രയും ദിവസം നിൽക്കില്ല. മിക്ക ക്ഷീര കർഷകരും ചെയ്യുന്നത് പോലെ ഇവിടെ പൗലോസേട്ടൻ വെയിൽ കൊള്ളാതെ ചാണകം ഉണക്കുന്നുണ്ട്. ഇങ്ങനെ ഉണങ്ങുന്ന ചാണകം പൊടിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ കോഴികൾക്കാണ്. 50 കിലോ ചാക്ക് നിറച്ച് കൊടുക്കും. 250 രൂപയ്ക്ക് ഒരു ചാക്ക് വെച്ച് കൊടുക്കും. പിന്നെ ഈ അയൽക്കാരൊക്കെ വന്ന് ചിലപ്പോൾ അതിൽ നിന്ന് വാരിക്കൊണ്ട് പോകും. അതിനും ഒന്നും മേടിക്കാറില്ല. അങ്ങനെയൊക്കെ പോണു. വേനൽക്കാലത്ത് മാത്രമേ പറ്റുള്ളൂ. മഴക്കാലത്ത് ഒന്നും പറ്റില്ല. അത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടണമല്ലോ എന്ന് കണക്കാക്കി കൊണ്ടുപോയി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. കാശ് തരുന്നവരും ഉണ്ട്, തരാത്തവരും ഉണ്ട്. ഈ വേനയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം എത്രത്തോളം വിൽക്കാൻ പറ്റുന്നുണ്ട് ചാക്ക്? 10 ചാക്ക് ഇത് ഞാൻ എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്. തൻ്റെ 76ാമത്തെ വയസ്സിൽ ഇന്നും 4 മണിക്ക് എഴുന്നേൽക്കുന്ന പൗലോസേട്ടനും കുടുംബം ഒരുമിച്ചാണ് പശു വളർത്തുന്നത്. അമ്മച്ചിയുടെ പേരെന്താ? സലോമി. അപ്പച്ച എങ്ങനെയാണ് നമ്മള്? അമ്മച്ചിയുണ്ട്, മക്കള് 2 പേരും ഉണ്ട്. എല്ലാവരും കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോണത്. അതിന് കുറച്ച് അറുത്തിട്ട് കൊടുക്കും. കുറച്ച് അപ്പച്ചൻ നേരത്തെ പോയി കുറച്ച് അപ്പച്ചനെ അറുത്തിടും. ഞങ്ങൾ 2 കൂടി അറുത്ത് ഇവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് ചിലപ്പോ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉണ്ടാവും കൊടുക്കാൻ. ഒരു 2 കെട്ടി വന്നാൽ 2 ദിവസം കഴിക്കും. കടി അവിടെ അപ്പച്ചൻ്റെ അമ്മച്ചീനെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പൗലോസേട്ടൻ്റെ കുടുംബത്തിൻ്റെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.